ഇഡ്ഡലി ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ മാവ് ആക്കി വെക്കരുത്. ആ മാവ് കംപ്ലീറ്റ് ഉണ്ടാക്കണം. അത് എൻ്റെ ഉമ്മ പറഞ്ഞത് കേട്ടോ. ഉമ്മ അങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് ആ ബാക്കി ഉണ്ടെങ്കിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തൊരു ഇതിലേക്ക് യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല തീയിലാട്ടപ്പതുള്ളത്. ഇപ്പം മിൽക്ക് മെയ്ഡിന് ബദലാണ് ഞാൻ പഞ്ചസാര 1/2 ഗ്ലാസ് പഞ്ചസാര 1/2 ഗ്ലാസ് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ ഈ എന്ത് വേറെ ഒരാ ചോന്ത കത്തിയത് അവിടെ. അപ്പം അതിലേക്ക് അത് ആ സ്റ്റാൻഡിൽ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇതുണ്ടാക്കാൻ. ഇപ്പം ഇതിന് ഞാൻ എന്ത് വെച്ചാൽ ചോറ് തിളപ്പിച്ചൂറ്റി നല്ല വെന്തതിന് ശേഷം ഊറ്റിയതിന് ശേഷം ഒന്ന് കഴുകി എടുത്തു കേട്ടോ. ഞാനൊരു വില്ലേജ് പറഞ്ഞൊരു ഇതിൽ കേട്ടിട്ടുണ്ടായിരുന്നു, വില്ലേജ് ഫുഡ്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ അരി ഹോട്ടലിലൊക്കെ തലേന്ന് തിളപ്പിച്ചൂറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. ഇതേമാതിരി നല്ല വെണ്ണം ഒന്ന് കഴുകിയിട്ട്, ഈ വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ലല്ലോ, നമ്മൾ പിന്നെ നല്ല വെണ്ണം വളർത്തുമ്പോൾ അത് ശരിയായിക്കോളല്ലോ. അപ്പോൾ അത് ചേർച്ചുകൊണ്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട്, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് ബദൽ അതും കൂടി കൂട്ടി ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇഡ്ഡലിൻ്റെ മാവ് വെച്ചുകൊണ്ട് പിറ്റേന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടി ഫ്രഷ് നമ്മൾ ചുട്ട ഇഡ്ഡലി അങ്ങനെ വെക്കുമ്പോഴാണ് വെച്ച്. പിന്നെ പിറ്റേന്ന് അത് നേരത്തെ പിന്നെ പുറത്തേക്ക് എടുത്ത് വെക്കുക. ചൂടാറിയതിന് ശേഷം അത് ആവിക്ക് വേവിച്ച് കൊടുക്കുക വേണ്ടത്. ഇതുപോലെ അത് കുറച്ചുകൂടി ഇതാക്കുക. നമ്മൾ ഇതുണ്ടാവില്ല മാവ്, കുറച്ച് സാധാ ചോറുണ്ടല്ലോ ഇവിടെ, ഈ സാധാ ചോറ് കൊണ്ട് ഒരു ഫ്രൈഡ് റൈസ് ആക്കാം. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ ആ മാവ് നമുക്ക് പിന്നെ അല്ല ഈ കൂട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി ഇട്ടില്ലോണ്ട് അതിക്കങ്ങ് കൂട്ടാം. അപ്പം ഇത് ഞാൻ കറി അരച്ച് വെച്ചതാണ്. അരച്ച് വെച്ചാൽ വല്യുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ വഴറ്റിയിട്ട് അത് അരച്ചെടുത്തതാണ്. ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുക ചെയ്യാം. ഇങ്ങനെ വട്ടത്തിലരിയുണ്ട് കേട്ടോ, വട്ടത്തിലരിയട്ടെ. നീളത്തിലല്ല അരി, നമ്മൾ വട്ടത്തിലിരിക്കട്ടെ. പച്ചമുളക് ഞാൻ നല്ല എന്നോട് അറിയില്ല, നല്ല എരിവുള്ളതാണെന്ന്. അത് എരിവൊന്നുമില്ല കേട്ടോ. നല്ല എരിവ് തോന്നുന്നുണ്ട്. ഞാനും വിചാരിച്ച് കൈകിട്ട് നല്ല ഇതൊക്കെ കണ്ടപ്പോൾ നല്ല എരിവുള്ളതാണ് ഈ കാരണം. അതിനിപ്പോൾ കുറേ കൂടുതൽ കണ്ടല്ലതല്ലേ ഉള്ളു ചോറ്. അല്ല ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ എടുക്കാന്നാണ് പറഞ്ഞത്. ഈ കൂട്ടിക്കനാണ്ട് റെഡിയാക്കിയിട്ട് ചൂടാറിയാൽ പിടിച്ച് കണ്ടെടുത്ത് വെച്ചാണ്ടേ. ബീൻസ് നല്ല ബീൻസാണ്. കോട്ടയത്ത് വന്നിട്ടില്ലേ? അപ്പോൾ ചേച്ചി അപ്പം സേവ് ചെയ്തിട്ടുണ്ടാവില്ലേ നമ്മളെ നമ്പർ. തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചിരുന്നു. അപ്പോൾ അതാ ചേച്ചിക്കാണ്ട് വിളിച്ചതാണ്. കയറ്റുന്നിട്ട് ഒന്നുകൂടി അരിയണോ? അത് അല്ലെങ്കിൽ ആ സാധാ ചോറേ ഈ ഫ്രൈഡ് റൈസ് ആക്കണം. നമ്മൾ രണ്ടാളല്ലേ ഉള്ളത്. വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം പിന്നെ ഇതാക്കാം. പിന്നെ ബാക്കി ഡേറ്റ് ഇങ്ങനെ ഇത് ക്യാപ്സിക്കം എടുക്കണ്ടേ? അത് കൊണ്ടുവെക്കുമ്പോഴേ പിന്നെ ക്യാപ്സിക്കം പകുതി മതിയല്ലോ അല്ലേ? 2 പച്ചമുളക് കൂടാ. പകുതി ക്യാപ്സിക്കം കൊടുത്ത് എടുത്തുണ്ടോരെ. എന്നാ ഇതാണ് കൊണ്ടേക്കോ. ഈ പച്ചക്കറീൻ്റെ കൊട്ടഞ്ഞ് വേണ്ടല്ലോ, അത് മതിയല്ലോ.
എനിക്ക് വേണമെങ്കിൽ ഇടാം. എൻ്റെ ഇഷ്ടം പോലെയൊക്കെ ഉണ്ടാക്കി. ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ സാധാരണ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി കഴിയും. ഇന്ന് ഞാൻ നേരത്തെ ചോറ് തിളപ്പിച്ച് ഊറ്റിക്കാണ്ട് അവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 12:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മടിയുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ പണി കഴിഞ്ഞിക്കാണ്ട് ഇപ്പം ഇന്ന് വൈകി ഇരിക്കുമ്പോഴത്തേക്ക് പ്രശ്നമല്ല, പക്ഷെ അത് ഒരു മടി. ഞാൻ തന്നെയാണ് പറഞ്ഞത് ചോറ് നല്ലൊന്ന് ചൂടാറിക്കോട്ടെ. നമ്മൾ ഈ സീറ്റിൻ്റെ ചോട്ട ഭയങ്കര ചൂടാണ് ഇവിടെ. ചോറ് ചൂടാറാനും സമയമെടുക്കും. പച്ചമുളക് ഓപ്ഷനിലാണ്ടാ, കുറച്ച് എരുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ചേർക്കണേ. റാണിയെ അതിന് മല്ലിൻ്റെ ഇല എടുത്തോളുന്ന ഫ്രിഡ്ജിലല്ല, നമ്മളാ മരത്തുമെന്ന്. എൻ്റെ ഫോൺ അതെടുക്കണം. ഈ ഉച്ച നേരമായിപ്പോൾ കറി ഞാൻ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയതാട്ടോ. അത് വെച്ചാൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഓരോരോ പാത്രങ്ങൾക്കായിട്ട് മാറ്റിയിട്ട് അത് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്യാം. എന്തേ ഒരു ഇല അതരിച്ചോ, കത്തി ഉണ്ടേക്കോ. ആ നീളമുള്ള ഒരു ഇല എടുത്തോ, അല്ലെങ്കിൽ 2 ആണെങ്കിൽ ഇഷ്ടോ, എന്തെങ്കിലും ചെയ്തൂടെ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട കറിയാണ്. ഇപ്പോൾ ചില്ലി സോസും സോയാ സോസും ഒക്കെ ഒഴിച്ചിക്കാണ്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഞായറാഴ്ച ഒക്കെ ആയപ്പോൾ നാളിപ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ചട്ടീൻ്റെ വെച്ച് വിടറാണ്. മല്ലിൻ്റെ ഇല അരിഞ്ഞെടുക്കട്ടോ. കട്ടിംപൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മരത്തിൻ്റെ ഒരിത് കഴുകി എടുത്തേക്കാണ്. ഇതിക്ക് സൺഫ്ലവർ ഓയിലുണ്ടേ, എന്നാൽ സ്റ്റീലിൻ്റെ ഇതിലുണ്ട്. സ്റ്റീലിൻ്റെ തിരിച്ചു മൂട്ടണില്ലേ, അതിലുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിൽ. ഇങ്ങനെ നിങ്ങൾ കറി എപ്പോൾ വെക്കുകയാണെങ്കിലും തലേന്നൊക്കെ വെച്ച് ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും തലേന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. ചില്ലി സോസ് ഒഴിക്കണോ? ചില്ലി സോസ് അല്ല, ടൊമാറ്റോ സോസ്. സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. എന്നാൽ ചൂടായിക്കണോ, നല്ല ഉണ്ടാക്കിക്കോ. എന്നിപ്പോൾ റാണിയാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് റൈസ്, ചില്ലി സോസ്, ഇതൊക്കെ പച്ചക്കറി വാങ്ങിച്ചേക്കാറില്ലേ. ഒന്നായിട്ട് ഇട്ട് കൊടുത്താളാ. വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല, വേണ്ട കൂട്ടൊന്നായിട്ട് ഉണ്ടാക്കി കേട്ടോ. കൈ വെച്ചിട്ടോ. പച്ചമുളക് ഇട്ടാളോ ഒപ്പം തന്നെ. കശു എരിച്ചിട്ട് എനിക്ക് ഭയങ്കര എരിയില്ലേ. പെട്ടെന്ന് ഉപ്പിടാ. ഈ മുട്ടിയിൽ ഉപ്പിട്ടതാ. ചോറിൽ ഉപ്പ് നമ്മൾ കഴുകിയതുകൊണ്ടേ അല്ലാതെ ഉണ്ടാവില്ല. ഞാൻ ചോറ് കഴുകിയിട്ടതാ. ഞങ്ങൾ കഴുകലില്ല. തോന വെള്ളത്തിൽ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കണേക്കാട്ടി തോന വെള്ളത്തിൽ ഉണ്ടാക്കിയെടുക്കും. കുരുമുളക് പൊടി ഞാനാ. തക്കാളി സോസ് ഉണ്ടല്ലോ, ഗരം മസാല ഉണ്ടേ. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ തളിച്ചിട്ടാ.
ഉപയോഗിച്ചിട്ടില്ല, അങ്ങോട്ട് കൊണ്ടുവരാനാഴ്ച വാങ്ങിയതാണ്. ചെറുപ്പാക്ക് ഇങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചത് പറ്റില്ലല്ലോ. ഇങ്ങനത്തെ സോസുകൾ ഇപ്പാക്കും പറ്റില്ല, കൊടുന്നു തരൂല്ല. നമ്മളെങ്ങനെയെങ്കിലും അറിയാതെ കൊണ്ടുവച്ചെങ്കിലുള്ളൂ. ഈ സോസ് ഇങ്ങനത്തെ ഒന്നും കൊടുന്നു തരൂലല്ലോ. നമ്മൾ വല്ലാതെ പറഞ്ഞാൽ കൊടുത്തു തരുന്നില്ല. ഇപ്പം അറിയാതെ നല്ലതല്ല, ഇപ്പൊ പണി കൊടുന്നു തരുന്നില്ല. വീട്ടിൽ നമ്മൾ അറിയാതെ കൊടുന്ന് കണ്ടാത്തിന് ചീത്തറിയും. ആരേത് ഇവിടെ കൊടുന്നവരൊക്കെ തെളിച്ചു കൊടുക്കേണ്ടി വരും. നല്ലതല്ല പറഞ്ഞാണ്ട് വലിയ കാക്കാക്കും പറ്റില്ല. ചാറ് തളിച്ചതൊന്ന് ഓഫാക്കട്ടെ. ഇത് തുറന്നിട്ടില്ലല്ലോ മയോണീസ്. കുറച്ച് വെച്ചത് ഇതിൻ്റെ സോസ് വേണ്ട, ടൊമാറ്റോ സോസ് വേണ്ട. പിന്നെ ഇതിന് കുരുവിളിട്ട് അയക്ക ഒന്നായിട്ട് ആ പച്ചക്കറിൻ്റെ മേലെ കൂടെ വെച്ചാൽ മതിയല്ലോ. അതല്ലാതാവാനാ. അങ്ങനെ അതാവാനല്ലേ. ഇതൊന്നിട്ട് വാരി വെക്കണ. നേരെ വെച്ചാൽ പൊടി ഇട്ടാളാ. ഞാൻ ചോറും പോയി നോക്കിയാളാ. ഞാൻ പറഞ്ഞില്ലേ, ഇതില്ലാത്ത സമയത്ത് എങ്ങനെ അറിയോ, അങ്ങനെ ഉണന്ന് വരുമ്പോ കുപ്പിയിലല്ലേ പാലുണ്ടാവുക. ആ പാലാണ് കൊടുത്താൽ ഓള് അതോട് കൂടി ഉറങ്ങും. അങ്ങനെ ഉറങ്ങലുണ്ട് ഓളേ. അത് എടുത്തപ്പോൾ ഉറക്ക് പോയി. ഏറ്റവും ഇങ്ങനെ ഒരുയാതി ഒരു കരിയണ പോലെ വരുമ്പോ ഞാനണ്ട് പാല് കൊടുക്കും കുപ്പിയില്. അപ്പൊ അത് കുടിച്ചുകൊണ്ട് വീണ്ടും അയച്ചേനെ കിടന്ന് ഉറങ്ങലാണ്. അപ്പൊ ഇന്നിപ്പോ എടുത്തുകാണ്ട് കുപ്പിപ്പാലല്ലാത്തത് കൊണ്ടേ ആണ് അത് വന്നത്. അത് കൊണ്ടുവെക്കുമ്പോ മയോണീസ് എടുത്തോ. അപ്പോൾ നല്ല ഒന്നാണ്ട് ചൂടാവട്ടെ. ഇപ്പോൾ കറി ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മൾ തിളപ്പിച്ചൊക്കെ റെഡിയാക്കിയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. പക്ഷെ ഉച്ച സമയത്ത് പിന്നെ അടുക്കളയിലേക്ക് ഇറങ്ങാനൊരു മടിയെന്നുള്ളൂ. അപ്പോൾ ചോറ് റെഡിയായി. അപ്പം ഇങ്ങനൊരു ബോർഡേ കാണിച്ചു തരാം. അങ്ങനെ ഈ സീറ്റുമലൊന്നും ഇത് വെക്കാൻ വയ്യ, ഭയങ്കര ഇതായിട്ട് നിന്നിട്ട്. അപ്പോൾ ഞാനൊരു ബോർഡ്, കട്ടിയുള്ളൊരു ബോർഡ്, കുട്ടീൻ്റെ കുളിക്കണ ഒരുത്തുള്ളതാണ്. അപ്പോൾ ആ ബോർഡ് ഞാനിവിടെ പ്ലാസ്റ്ററൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചതാണ്, ചൂടുള്ളത് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതോടെ ഈ സീറ്റ് ഒന്നാകെ ഉരുക്കി പോകും. അപ്പം എങ്ങനെയാണ് ഞങ്ങളിവിടെ ചൂടുള്ളതൊക്കെ വെക്കുക. മയോണീസ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അത് ഇന്നും നെല്ലും ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടില്ല അവരുണ്ടാക്കിയിട്ട്. ഒരാഴ്ചയുടെ മേലായിട്ടുണ്ട്. ആ കുഴിമന്തിയെ നമ്മളെ ക്വാറന്റൈൻ കഴിഞ്ഞതിൻ്റെ വിറ്റിയെന്ന്. എനിക്ക് ഈ ചൂടുള്ള ചോറൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ചോറ് ഫ്രൈഡ് റൈസ് കഴിക്കും. അപ്പം ഞാൻ വിചാരിച്ചത് ഇന്നലത്തെ ചോറുണ്ട് അവിടെ, അതും മീൻ വറ്റിച്ചതിൻ്റെ കായം കൂടിയാണ് ഞാൻ കഴിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ചമ്മന്തിപ്പൊടി ഉണ്ട്.
ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് ഉപ്പുമാവാണ്. ഉപ്പുമാവ് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞാനൊരു വെറൈറ്റി ഉപ്പുമാവാട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിലേക്ക് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് വലിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കട്ടെ. ഞാനിത് കാണിച്ചു തരാം ഉപ്പുമാവ് എന്ത് ഉപ്പുമാവാണെന്ന്. ഇന്നിപ്പോൾ കോളേജിൽ നിന്ന് ഞായറാഴ്ചയാണ്. ഇന്നിപ്പോൾ ഞാനൊന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ ദിവസം തന്നെ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ അവരോട് പറഞ്ഞിരുന്നു, പിന്നെ അപ്പോൾ അവരിന്ന് എവിടെക്കോ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അതായത് ആ പോക്ക് ക്യാൻസലായി. അപ്പോൾ റൂമിൽ തന്നെ ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ ഭക്ഷണം അവരില്ലാന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. അപ്പം ഇന്ന് വൈകുന്നേരത്തിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പുമാവ് ഞാൻ ഇഡ്ഡലി കൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചൂടാറണം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ഇഡ്ഡലിയും ചട്ടിനിയായിരുന്നു. ഒരു വെറൈറ്റി ചട്ടിനി ആയിരുന്നു കേട്ടോ. പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് തന്നെയായിരുന്നു ആ ചട്ടിനിയിൽ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ചട്ടിനിയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വലിയ കഷ്ണമാക്കിയിട്ട് ചോപ്പറിലൊന്ന് വലിച്ചെടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എരിവ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ മാത്രം പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇത് കംപ്ലീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇഡ്ഡലി ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ മാവ് ആക്കി വെക്കരുത്. ആ മാവ് കംപ്ലീറ്റ് ഉണ്ടാക്കണം. അത് എൻ്റെ ഉമ്മ പറഞ്ഞത് കേട്ടോ. ഉമ്മ അങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് ആ ബാക്കി ഉണ്ടെങ്കിൽ ഇഡ്ഡലിയാണ് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പം അതേപോലെയാണ് ഇപ്പോൾ ഞാനും ചെയ്യല്. അപ്പം ആ മാവിന് ഒരു ഉറപ്പ് ഉള്ള പോലെ വരലുണ്ട്. നമ്മൾ പിന്നെ ഒരു പ്രാവശ്യം പിറ്റേന്ന് തന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കൂലല്ലോ. പിന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ആ മാവിനൊരു ഉറപ്പായിരിക്കും. അപ്പോൾ അത് ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പച്ചക്കറികൾ ഏത് ചേർത്ത് കൊടുക്കാം. ഏത് പച്ചക്കറി ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവും. വെറൈറ്റി ഒരു കളർ പോലും കൂടി ഉണ്ടാവും. ഞാനിപ്പോൾ ഇനി അടുത്തത് ഇത് ചോപ്പറിൽ തന്നെ ഇഡ്ഡലി ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഇഡ്ഡലിയെന്ന് അറിയുന്നില്ല, നമ്മൾ റവൻ്റെ ഉപ്പുമാവാണെന്ന് വിചാരിക്കുള്ളൂ. അത്ര കൊണ്ട് പൊടിഞ്ഞിട്ട് നല്ല ഫ്രഷായ ഉപ്പുമാവ് പോലെ ഉണ്ടാവും. റവൻ്റെ ഉപ്പുമാവ് ഉണ്ടല്ലോ, ഉതിർന്ന് നിൽക്കണേ, അതുപോലെ ഉണ്ടാവും. അപ്പോൾ ആ ഫ്രൈഡ് റൈസ് ആ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുക. ആ പാത്രം പിന്നെ കഴുകി എടുക്കണമൊന്നുമില്ല കേട്ടോ. ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ആ പാത്രത്തിൽ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുക വിചാരിച്ച്. അപ്പോൾ എന്നാൽ കുട്ടികളൊക്കെ വരുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാം. ഹോസ്റ്റലിൽ നിന്ന് വരികയാകുമ്പോൾ ഭക്ഷണമൊക്കെ നമ്മൾ ഹോസ്റ്റലിലാകുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇവിടെ പ്രത്യേകിച്ചാണ്. അപ്പോൾ കുറച്ച് ഇത് ഫുള്ളും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചു. അത് ഞാൻ 4-5 ബാക്കി വെക്കാം എന്ന് വിചാരിച്ചതായിരുന്നു. അല്ലെങ്കിൽ 4-5 ബാക്കി വെച്ചാൽ നമ്മളെ ചട്ടീനി ഉണ്ടല്ലോ, ചട്ടീനിയും കൂട്ടി ഇന്നൊരു കഴിച്ചോളും. നമ്മളെ ചട്ടീൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ 5-6 ഇഡ്ഡലി ഇവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ളതുകൊണ്ട് ഇതാക്കിയെടുക്കാം. ഇപ്പോൾ 2 ക്യാരറ്റും കൂടി എടുത്തിട്ട് വരട്ടെട്ടാ.
അത് ഞാൻ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾ കൂടുതൽ കുട്ടികളുണ്ടായപ്പോൾ അപ്പോൾ 2 ക്യാരറ്റും കൂടി ഉണ്ട് എടുത്തതാണ്. പച്ചമുളക് ആദ്യത്തെ 2 തന്നെ മതിയാവും. അവർക്ക് ഈ എരിവ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. എത്ര അതിൻ്റെ റാണിയെ? എത്ര ആളാ? ഇല്ലെങ്കിൽ അവളോട് പാത്രം കൊടുത്തേക്കാം. അല്ല ഈ ചട്ടിയിൽ എണ്ണ ഒഴിച്ചാ ഓഫാക്കണ്ട, എണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ പറയാ 6 ഇട്ടിൽ ഇവിടെ ഇരുന്നു. 5 ആളല്ലേ? 6 ആളെ 6 ഇട്ടിൽ ഇവിടെ ഇരുന്നു കേട്ടോ. നമ്മളെ ചട്ടീനെ എങ്ങനെയുണ്ട് നോക്കാലോ. എനിക്ക് എണ്ണ കുറച്ചുകൂടി വേണം, തോന സാധനല്ലേ. ഞാൻ കടു ഉണക്കമുളക് ഒക്കെ ഇട്ടാല്. ഇപ്പം ചട്ടിയിലെ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. കടുകിടുക കുറച്ച് കൂടുതലിട്ടോ. കരിവേപ്പിൻ്റെ ഇല നല്ല മിസ്സിങ് ആട്ടാ. കരിവേപ്പിൻ്റെ ഇല ഇല്ലാത്തത് അതിനോട് ഒരു വയ്യൂല. കാണിയേ ഇത് തീക്ക് ചെറുതാക്കിയൊന്ന് കട്ട് ചെയ്താ ആ മുളക്. ഇതെന്താ ഫലൂദേ? അല്ല, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണ്ട. പഴയ ഐസ്ക്രീമോ ഒരു കൊടുന്നതിൻ്റെ ശേഷം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കണം. കസ്റ്റാർഡ് ഉണ്ടാക്കിയേക്കാം. സേമിയ സാവാനേരി പൊന്നാരം മള ഈ പെരൻ്റെ ഉള്ളിൽ തണുക്കും. അത് ക്രീമി മിക്സ് ചെയ്യും. ഓ ഇന്ന് ഇട്ട് കൊടുത്തിട്ടാ. അപ്പം അങ്ങനെ ഓൽക്കൊരു ചേഞ്ച് ആവും. നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുക. ഞാനാ ഡൗട്ടൊക്കെ മാറിയിട്ടേ നിങ്ങൾക്ക് ഉണ്ടാക്കല്ലോ. അപ്പം എന്താ കസ്റ്റാർഡ് ഉണ്ടാക്കാനുള്ള റെഡിയാക്കിക്കോ. അതിൽ കസ്റ്റാർഡ് ഉണ്ടാക്കിയുണ്ടാവുമോ ആ പാത്രത്തിൽ? എന്നാ കസ്റ്റാർഡ് ഉണ്ടാക്കിക്കോ. അത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം, അത്രയും നല്ല. മിൽക്ക് മെയ്ഡ് വേണ്ടേ? മിൽക്ക് മെയ്ഡിന് ആ പാലിൽ കുറച്ച് പാൽപ്പൊടി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് നെയ്യും. നമ്മളെ ഉഴുന്ന് ഇവിടെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. കരിവേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് അത് ഇടണില്ല. നിങ്ങളെടുത്തുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. മല്ലിൻ്റെ ഇല നിങ്ങളെടുത്തുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെടുത്ത് ഇല്ലാത്ത സാധനമാണ്. കായപ്പൊടിയാണിത്. സാമ്പാർ കായല്ലേ അതാണ് കേട്ടോ. അത് ഞാൻ 10 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ തന്നെ വലിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾ ഇട്ട് കൊടുക്കണില്ല. നമ്മുടെ ഇതിൻ്റെ കളറാവുമ്പോഴേ ഈ വെറൈറ്റി കളറുണ്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ ഇടാതെ ഉണ്ടാക്കണം. നല്ലൊരു കളറായിരിക്കും ഇത്. ഇതിലേക്ക് ബീൻസ് ഇട്ടാലും നല്ല ഇതുണ്ടാവും. കാണി കുറച്ച് ഇപ്പിടുത്താം. പിടിച്ചട്ടാ. അതെ, വെക്കിലി ഇപ്പുണ്ടാവുമല്ലോ. ഇത് അധികം ഒന്ന് വേണ്ട. അധികം എന്തായാലും വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ എപ്പോഴും നമ്മൾക്ക് ക്യാരറ്റ് ഒന്ന് കടിക്കണതാട്ടോ ടേസ്റ്റ്. നമ്മളെ ഉപ്പുമാവ് റെഡിയാക്കാനുള്ളത് ഇഡ്ഡലി പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് അതൊരു അര ഗ്ലാസ് എടുത്തോ.
എന്നിട്ട് അത് പാലിക്ക് ഒഴിച്ചു കൊടുക്കണ്ട, 1/2 ഗ്ലാസ് അയക്കല്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു പാത്രം എടുത്ത്, ഈ പാത്രമാണ് ഇപ്പോൾ ഇവിടെ. അല്ല, അതിൽ 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടി ശേഷം അങ്ങനെ മിക്സ് ചെയ്യണം. ആയിക്കോട്ടെ. അഡ്ജസ്റ്റ് പാത്രം അഡ്ജസ്റ്റ് ചെയ്യാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തൊരു ഇതിലേക്ക് യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം നല്ലോണം മിക്സ് ചെയ്തിട്ട്, നല്ല തീയിലാട്ടപ്പതുള്ളത്, മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള ഉപ്പുമാവാണ്. പിന്നെ ഒരു 6 ഇഡ്ഡലിയും കൂടി ഉണ്ട് ബാക്കി. അത് ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മളെ ചട്ടിനി ഞാൻ പറഞ്ഞല്ലേ, ഒരു വെറൈറ്റി ചട്ടിനിയാണ്. ആദ്യം തന്നെ എണ്ണയിൽ ഉണക്കമുളക്, പൊട്ടുകടല, തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം തേങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് മിക്സിയിൽ അരച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. അരച്ചതിന് ശേഷം പഞ്ചസാര, നമ്മൾ ഉപ്പിടൂലേ, കുറച്ച് ഉപ്പല്ലേ ഇടുള്ളൂ, അതേപോലെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഉപ്പും ഇട്ട് താളിച്ചെടുക്കുക. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ചട്ടിയിലിട്ട് വലർത്തിയെടുക്കുക, അല്ല തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ പാതിയൊക്കെ മാറി നല്ല ഒരു കളർ തന്നെ മാറി വരുമ്പോൾ അതിലേക്ക് താളിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലൊരു വെറൈറ്റി ചട്ടിനിയാണ്. അപ്പോൾ ഇഡ്ഡലി പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇനി പുളി ഇങ്ങൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കട്ടി തൈരും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. എന്നാൽ പാലിട്ട് വെക്കട്ടെ. കസ്റ്റാർഡ് കൂടെ ഇടണമല്ലോ. അപ്പോൾ നമ്മളെ ഇഡ്ഡലി എങ്ങനെ ഇപ്പം തന്നെ ഇടണോ? പാൽ തളിച്ചിട്ട് ഇടുമ്പോൾ അത് പിന്നെ നമ്മൾ കലക്കി ഒഴിച്ചാൽ നിൽക്കണ്ടേ. കട്ടില്ലാതെ ലൂസായിട്ട് തന്നെയാണ്. അതെല്ലാം പറഞ്ഞു കുറച്ച് നേരം എടുത്തോണ്ട്. പിന്നെ ഈ ഉപ്പുമാവ് ഉണ്ടല്ലോ, ഒന്ന് എരിവ് ഒക്കെ പിടിക്കാനും നല്ലതാണ് കേട്ടോ. നല്ല ചൂടാണ്, ഒരു വന്നാലും ചൂടാറൂല. ഇതിലേക്ക് പഞ്ചസാരയും ഒക്കെ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കല്ലേ. കലക്കി വയ്ക്കണോ? ഫ്രൂട്ട് സലാഡ് തിന്നാനുള്ള സ്പൂണുണ്ട് നമ്മളെടുത്ത്. അതല്ലേ കുപ്പിന്നൊക്കെ എടുക്കാം. ഗുലാബ് ജാം ഉണ്ടാക്കിയാൽ മതി. 5 ദിവസം ഉണ്ടാക്കാം. നമ്മളെ പൗഡർ കൊടുക്കുന്ന അങ്ങനല്ല. അതിട്ടിട്ടില്ലല്ലോ. ഗുലാബ് ജാമുൻ 5 ദിവസം ആക്കാം. ഇനിയുണ്ടല്ലോ ഞായറാഴ്ച ആള്. അതിൻ്റെ ആ മിക്സിനൊന്ന് കൊണ്ടുപോയി കൊടുക്കുക. ഇവിടെ ഉണ്ടത് ഈ സ്ഥലത്ത്, അല്ല ഈ സ്ഥലത്ത് ഗുലാബ് ജാമ് അല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫ്രൂട്ട്സ് ഒക്കെ കൂടിയുള്ള പഞ്ചസാര തീക്കിട്ടല്ലേ? അതന്നെ ഞാൻ ചോദിച്ചത്. മാത്രം സാവോനേരി സേമിയും വേവിക്കാല്ലേ, കുക്കർ എടുത്തോണ്ടേ ഒരൊറ്റ വിസിലടുപ്പിച്ചാൽ മതി. എന്നിട്ട് കൈക്ക് കൊടുക്കല. നമ്മളെ കുക്കറിന്റെ വിസിലും കേടാണ്. ഏതായാലും എടുത്തൂടെ ആയിക്കോട്ടെ. കുറച്ച് നേരം അത് വേവിച്ചാൽ മതി. ആദ്യം മനങ്ങൾ സാവോനേരി വെള്ളത്തിലിട്ടെടുത്താൽ മതി. വേഗം കുക്കർ എടുക്കുക. കുക്കർ ഈ അടുപ്പത്ത് തന്നെ അതുകൊണ്ട് റെഡിയാക്കാം. അത് ആയിട്ടില്ല. അതിൻ്റെ അടിയിൽ എനിക്ക് കുക്കർ കുക്കറിൽ തട്ടിത്തന്നാൾ. എന്നിട്ട് സാവോനേരി 1 ഗ്ലാസ് സാവോനേരി എടുക്കുക, 1.5 ഗ്ലാസ് സേമിയ എടുത്തോ.
അതായത് കസ്കസ് വെള്ളത്തിലിട്ടില്ലേ? വെള്ളം ഇട്ട് അല്ല വെള്ളം ഇട്ടിട്ടൂടെ ഇതിപ്പം ഞാൻ വാങ്ങും. പച്ചവെള്ളം മതി, വൈപ്പത്തെ വെള്ളം മതി. കുറച്ച് സൗകര്യം നല്ല കൊഴുപ്പുള്ളതാണ്. ആ കുറച്ചുകൂടി സൗകര്യം സേമിയും കൂടി അല്ലേ വേവിക്കണേ. ആ ഇപ്പം മിൽക്ക് മെയ്ഡിന് ബദലാണ് ഞാൻ പഞ്ചസാര അര ഗ്ലാസ് പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഞാൻ ബോയിലിംഗ് ചെയ്തിട്ടില്ല. ബോയിലിംഗ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് മിൽമ നെയ്യ് ഇട്ടോണ്ടേ. അപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡിലേക്ക് വേണ്ട നെയ്യ് ഞാൻ കുറച്ച് മിൽമാനിൻ്റെ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള കുറച്ച് ഫ്രൂട്ട്സ് നമ്മളെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫ്രൂട്ട്സും ഐസ്ക്രീമും കുട്ടികൾ വരുമ്പോൾ അവരെ തന്നെ കൊണ്ടുവരാൻ കേട്ടോ. കൂടുതൽ നെയ്യ് വേണ്ട. നമ്മൾ പാലുണ്ടാകുമ്പോൾ അതിൽ പാലിൽ കുറച്ച് നെയ്യ് ഉണ്ടാവില്ലേ, അതിന് ഉള്ള ഒരു നെയ്യ് മാത്രം. അത് എന്നിട്ട് അതൊന്ന് ചൂടായിക്കാണ്ട് അത് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഈ കസ്റ്റാർഡ് അധികം കുറുകി വരണ്ട. ഇതിലേക്കുള്ള ഫ്രൂട്ട്സും സാധനങ്ങളും കുട്ടികൾ വന്നതിന് ശേഷം നുറുക്കുള്ളൂ കേട്ടോ. അവർ വന്നതിന് ശേഷം നമുക്കത് കൊണ്ടുവരാനുള്ളത്. മോതിരം നോക്കാം, മോതിരം ഉണ്ടാവും എന്തായാലും. ഇത് കഴിക്കണോ? കേക്ക് ഒന്നുമില്ല, നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരണം കേക്കും. വെച്ച് നോക്കാം. മധുരം ഉണ്ടാവും. ടേസ്റ്റ് ഇല്ലേ നിറക്കെ? അപ്പം നമ്മളെ ഫ്രൂട്ട്സ് ലാഡിനുള്ള കസ്റ്റാർഡ് ഇവിടെ റെഡിയായി. ഇതിൽ കഴിച്ചാൽ എന്നിട്ടേ ഫ്രിഡ്ജിൽ ഐസിൻ്റെ മലയല്ലേ. അല്ല ആണ്ട് ഇരിക്കുമ്പോൾ കുറുകുമല്ലോ. നല്ല കട്ടിയാവണ്ട. കുറുക്കണ ദിബനക്കാണ് കത്തിച്ചു തുടങ്ങി. അപ്പൊ ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. പറഞ്ഞാൽ ഓട്ടിറച്ചി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെന്ന്. ചാണം മണക്കണ ചിലപ്പോ വൃത്തിയാക്കണേ കാരം. ഇതിന്റെ മൂടി ഒരു മൂടി ഇതിട്ടിട്ടുണ്ട്. ഒരു ഗ്ലാസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി എടുക്കാം. എപ്പോഴും ഈ ഫ്രൂട്ട്സ് ലാഡയ്ക്ക് നമ്മളെ സാവോനരിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതൊരു വെറൈറ്റി ഇതാണ്. അമ്മ സേമിയും കൂടി രണ്ടും കൂടി ഒപ്പമാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കരുത്. ഏതായാലും തളിച്ചിട്ടില്ല. തണുപ്പൊക്കെ ശരിയാവില്ലെന്നൊന്നും അറിയില്ല. ഏതായാലും ഈ സമയം ഇരിക്കണം. ഏതായാലും 1 മണി 1:30 ആയിട്ടുണ്ടാവും. നിങ്ങൾ ചോറയിൻ്റെ ശേഷമാണല്ലോ ഇപ്പോൾ ഇതൊക്കെ തീരുമാനിച്ചത്. അകിട്ടില്ല അവിടെ തന്നെ ചള. എന്നിട്ട് മയോണീസ് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുമ്പോൾ നമ്മളെ മാവ് ഇതിന് മയോണീസ് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേ ചട്ടിനി ഉണ്ടല്ലോ, ചട്ടിനി എടുത്തുകൊണ്ടുവരാം. എൻ്റെ വിസിലേതായാലും ഇവിടെ അന്നേരം അതും കേടായിക്കണം. വരുമ്പോൾ തന്നെ കുറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നല്ലത് മക്കളെടുത്ത് ഇരുന്നോട്ടെ വിചാരിച്ച് ചെയ്തതാണ്. പിന്നെ അവരൊക്കെ യൂസ് ചെയ്തതുമില്ല. ഇപ്പം ഞാനത് കൊടുന്നില്ലല്ലോ എന്നുള്ളൊരു ഖേദമായി. അപ്പോൾ ഫ്രൂട്ട്സിലടക്കമുള്ള ഫ്രൂട്ട്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ സാവോനരി സേമിയും കൂടി
കുക്കറിൽ വേവിച്ചെടുത്തതാണ്. എന്നിട്ട് നല്ല വെണ്ണം ഒന്ന് കഴുകിയെടുത്തു. അപ്പോൾ അതിൻ്റെ പച്ചയൊക്കെ കംപ്ലീറ്റ് പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കറുത്ത കസ്കസ്, ഇത് കറുത്ത കസ്കസാണ്. അതൊരു 3.5 ടീസ്പൂണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്, പച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കണ്ട് തിന്ന് പിടിച്ചത് തണുപ്പിക്കാൻ വെക്കണം. ഇതിക്കിട്ടില്ലേ, ഇപ്പോൾ ആപ്പിൾ കട്ട് ചെയ്തതാണ്. ആ കട്ട് ചെയ്തത് ഈ കണ്ടിട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്ത് കണ്ട് ഇത് ഉറുമാമ്പഴം തൊലിച്ചിടുക. ഇത് കൊണ്ടക്കട്ട ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ മറന്നു പോയതാണ്. ഇവരെ ഫ്രണ്ട്സുകളൊക്കെ വന്ന കൂട്ടത്തിൽ നമ്മൾ വർത്താനത്തിലൂടെ മറന്നു പോയി. പിന്നെ ഒരു 500ൻ്റെ ഒരു ഐസ്ക്രീമിൻ്റെ ഇതും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിന് മുന്നേ ഞാനിത് ഈ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത്. പിന്നെ ഇനി ഇതിലേക്ക് ഇനി ഇവർക്ക് ചായ വേണ്ടവർക്ക് ചായയും ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസൊക്കെ എടുക്കാൻ പോവാണ്. ഒരു സ്ഥിതിയിൽ ഫ്രൂട്ട്സിലായിട്ട് എടുക്കാം. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോരോ ഇട്ടിലേക്കാ. ഈ ചട്ടീനെ എങ്ങനെ നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കിയാ ചെയ്ത് നോക്കിയോ? ഇന്ന് വെറൈറ്റി ഉണ്ടാക്കിയതാ, നന്നായിട്ട് കണ്ടുപിടിച്ചതാണത്. അതെടുത്തു. പാത്രമാണ് കുറവ്. എല്ലാ കുപ്പിന്ന് സ്പൂണും ഞാനത് വീഡിയോ എടുക്കാൻ ആവശ്യം ഉണ്ടാവില്ലേ, അത് വിചാരിച്ച് കൊണ്ടുവന്നതായിരുന്നു. അതുകൊണ്ടൊരു ഉപകാരമായിപ്പോ. കളർ പാത്രം കൊടുക്കുന്നത് നന്നായി അറിയാം. സ്റ്റൂൾ എടുത്തോറാണേ. അതാ 4 സ്റ്റൂൾ അതാ അവിടെ ഇരിക്കണേ. ഞാൻ പറക്കാൻ ഇത് വെക്കാനൊക്കെ സ്ഥലമില്ലാത്ത അതിന് അങ്ങനെയല്ല, വേറെ പാത്രം ഇല്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോളി. നിങ്ങളെ മുഖമൊന്നും കാണൂല കേട്ടാ. ഇപ്പോൾ വന്ന കൂട്ടുകാരികളൊക്കെ പോയി. ഞാൻ ഇനി ചോറ് കഴിക്കട്ടെ കേട്ടോ. രാത്രി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ്, മയോണീസും കസ്റ്റാർഡ്, അതേമാതിരി ചിക്കൻ കറി, സമ്മന്തി, സോസൊക്കെ ഉണ്ട്. അവർക്ക് മീൻ പൊരിച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ആ മീൻ പൊരിച്ചതാണ് എനിക്ക് കുടിക്കാൻ വെള്ളമെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.